മുൻ എപ്പിസോഡുകളിൽ ഈ കണ്ണൻദേവൻ മലനിരകളിൽ പല എസ്റ്റേറ്റുകൾ തുടങ്ങിയത് കണ്ടല്ലോ. CW ക്ലാരിഡ്ജ് എല്ലപ്പെട്ടിയിൽ എസ്റ്റേറ്റ് തുടങ്ങിയതിന് ശേഷം ഊട്ടിയിൽ നിന്നും വന്ന കിൻഡേസ്ലെ ഇവിടെ ഒരു എസ്റ്റേറ്റ് തുടങ്ങി. ആ എസ്റ്റേറ്റാണ് ഗൂഡാർലെ എസ്റ്റേറ്റ്. ദേവികുളത്തിന് സമീപത്തുകൂടി ഗൂഡാർലെ എസ്റ്റേറ്റിലെത്താം. ഈ കണ്ണൻദേവൻ മലനിരകളിൽ ഏറ്റവും ആദ്യം എത്തിയ ബ്രിട്ടീഷ് ആർമിയും ആർതർ വെല്ലസ്ലിയും സംഘവും വന്നപ്പോഴും അതിനുശേഷം ഇവിടെ എത്തിയ ഗ്രിബിൾ ടെർണറും വില്യം ടെർണറും എത്തിച്ചേർന്നപ്പോഴും ഇവരെല്ലാം തമ്പടിച്ചത് ഈ ദേവിമലയ്ക്ക് സമീപത്തുള്ള കൊടുങ്കാടുകളിലായിരുന്നു. ഈ ദേവിമല സ്ഥിതി ചെയ്യുന്നത് ഗൂഡാർലെ എസ്റ്റേറ്റിലാണ്. ഇപ്പോഴും ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഭീകരത നമുക്ക് തോന്നുന്ന സിങ്കോണ എസ്റ്റേറ്റ് തുടങ്ങിയത് ഈ ഗൂഡാർലെ എസ്റ്റേറ്റിലായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അത് മാറ്റി തേയിലയാക്കിയത്. പിന്നീട് ഇവിടെ എത്തിയത് ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് ആയിരുന്നു. ഈ ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇനി ഞാൻ അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ മനസ്സിലാവും. അദ്ദേഹം സൂര്യനെല്ലിയിൽ കോഫി പ്ലാന്റേഷൻ തുടങ്ങി. ഈ കണ്ണൻദേവൻ മലനിരകളെ സ്നേഹിച്ച് ഇവിടെ മരിച്ച് ഇവിടെ തന്നെ അടക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടക്കപ്പെട്ടിരുന്ന എലനർ ഇസബൽ മേ എന്ന യൂറോപ്യൻ വനിതയെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. CSI ചർച്ചിലാണ് ആ വനിതയെ അടക്കം ചെയ്തിരിക്കുന്നത്. 1894 എലനർ മരിച്ചത്. അന്ന് അവിടെ പള്ളിയില്ല. എലനർ അന്ന് വന്നത് ശ്രീലങ്കയിൽ നിന്നുമായിരുന്നു. ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് ഇവിടെ മൂന്നാർ തന്നെ ഉണ്ടായിരുന്നു. ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് ആണ് ഈ കണ്ണൻദേവൻ കമ്പനിയുടെ ആദ്യത്തെ ജനറൽ മാനേജർ. അന്ന് ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റും എലനർ ഇസബൽ മേയും ഒന്നിച്ചിട്ട് ഈ മൂന്നാറിലെ CSI പള്ളിയുടെ മുകളിലുള്ള ഈ കുന്നിൻ ചെരുവുകളിൽ കുറെ നേരം അവർ നടന്നു. അതിനു മുമ്പ് തന്നെ അവർ ബോഡി നായ്ക്കന്നൂരിൽ നിന്ന് അവർ വന്നപ്പോൾ തന്നെ എലനറിന് കോളറ പിടിപെട്ടിരുന്നു. അതവർക്കറിയാം. പക്ഷെ അവര് ഈ കുന്നിൻ ചെരുവുകളിൽ ഇതുവഴി അവർ ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് ഒത്ത് ഈ ഭംഗി ആസ്വദിച്ച് നടന്നു. എലനറിനെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയാണ് ഈ കാണുന്നത്. അന്ന് അവർ മുതിരപ്പുഴയാറിന്റെ ഭംഗിയും ഈ പ്രദേശത്തിന്റെ ഭംഗിയും ഒക്കെ ആസ്വദിച്ചിട്ട് അവർ ഈ കണ്ണൻദേവൻ മലനിരകളിൽ നടന്നു. ഞാൻ മരിച്ചാൽ എന്നെ ഇംഗ്ലണ്ടിന് കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ അടക്കണം എന്ന് ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റിനോട് എലനർ അഭ്യർത്ഥിച്ചു. അതേപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എലനർ മരിച്ചു. ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് അവരെ അടക്കിയത് ഈ CSI ചർച്ച് ഇപ്പോൾ നിൽക്കുന്നതിന്റെ തൊട്ട് മുകളിലാണ് അവരുടെ ആ ഒരു ശവകുടീരം. അന്ന് CSI ചർച്ചില്ല. അതിനുശേഷം 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പള്ളി വരുന്നത്. അങ്ങനെ എലനർ മരിച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കണ്ണൻദേവൻ കമ്പനികളിലെ എസ്റ്റേറ്റുകൾ മുഴുവൻ വാങ്ങിയ സർ ജോൺ മ്യൂർ, അദ്ദേഹത്തിന്റെ മകൻ ജെയിംസ് എന്നിവർ ഒന്നിച്ച് ഈ കണ്ണൻദേവൻ മലനിരകളിലേക്ക് വരുന്നത്. അന്ന് ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് ജോൺ മ്യൂറിന്റെ മകൻ ജെയിംസ് ഒന്നിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഈ കല്ലറയിൽ അദ്ദേഹം ഫോട്ടോസ് എടുത്തിരുന്നു. മിക്കവാറും അദ്ദേഹം എടുത്ത ഫോട്ടോസ് ആയിരിക്കാം നമ്മളിപ്പോൾ ഈ കല്ലറയിൽ കാണുന്നത്, എലനറിന്റെ കല്ലറയിൽ കാണുന്നത്. അങ്ങനെ മൂന്നാറിന്റെ ഹിസ്റ്ററിയായിട്ട്, മൂന്നാറുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട, മൂന്നാറിനെ സ്നേഹിച്ച ആ എലനർ ഇസബൽ മേ എന്ന യൂറോപ്യൻ വനിതയുടെ പ്രിയതമനായിരുന്നു ഈ ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ്. ആദ്യകാലത്ത് തന്നെ ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം സൂര്യനെല്ലിയിൽ 800 ഏക്കർ സ്ഥലത്ത് കോഫി പ്ലാന്റ് ചെയ്തു. പിന്നീട് അത് മാറ്റി തേയിലയാക്കി. അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് കൃഷിരീതികൾ, ഇവിടെ ഒരുപാട് പ്ലാന്റേഴ്സ് എത്തിയിട്ട് പുതിയ കൃഷിരീതികൾ പരീക്ഷിച്ചു. പാട്ടഭൂമിയുടെ അതിർത്തി പ്രദേശങ്ങളിലായിരുന്നു ആദ്യം കൃഷി ചെയ്തത്. സിങ്കോണ, സിസൽ, ഏലം, കോഫി, ടീ, റബ്ബർ, അങ്ങനെ പല കൃഷികൾ ഇവിടെ പരീക്ഷിച്ചു. മാങ്കുളത്തിന് സമീപമായിരുന്നു ഇവിടെ റബ്ബർ കൃഷി ചെയ്തത്. സംസ്ഥാനത്തെ ആദ്യത്തെ റബ്ബർ മരം വെച്ചത് മാങ്കുളത്തിന് സമീപമാണ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പൊതുവെ. അതിനുശേഷം ഫിൻലെ മ്യൂർ ആൻഡ് കമ്പനി ഈ കണ്ണൻദേവൻ മലനിരകളിലെ എസ്റ്റേറ്റുകളെ മുഴുവൻ വാങ്ങിച്ചപ്പോൾ അതിന്റെ കണ്ണൻദേവൻ കമ്പനിയുടെ ആദ്യത്തെ ജനറൽ മാനേജറായി ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് കുറെ കാലം വർക്ക് ചെയ്തു. അതിനുശേഷം അദ്ദേഹം എലനറിനെ ഇവിടെ തനിച്ചാക്കി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. അതിനുശേഷം 1925 അദ്ദേഹം ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് മരിക്കുന്നത്. അങ്ങനെ പുതിയ പ്ലാന്റേഴ്സ് ഇവിടെ എത്തി, പുതിയ കൃഷിരീതികൾ പരീക്ഷിച്ചു. അപ്പോൾ ഇവിടേക്ക് ആഹാര സാധനങ്ങൾ എത്തിക്കാനും മറ്റും പുതിയ റോഡുകൾ വേണമല്ലോ. അപ്പോൾ പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഇവരെല്ലാം കൂടി ആരംഭിച്ചു. 1886 ക്ലാരിഡ്ജും AFF മാർട്ടിനും കൂടി ടോപ്പ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ വട്ടവടയിൽ ഉണ്ടായിരുന്ന ഒരു മുതുവൻ അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. യൂറോപ്യൻസ് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മുതുവൻ കാടുകളിൽ താമസമുണ്ടെന്ന് ഞാൻ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ.
നിങ്ങൾ ഇപ്പോഴും ടോപ്പ് സ്റ്റേഷനിലെ വാച്ച് ടവറിൻ്റെ അടുത്ത് നിന്നാൽ ആ മുകളിൽ നിന്നും താഴേക്ക് നല്ല ഇറക്കത്തിൽ താഴേക്ക് ഇങ്ങനെ ചെറിയ വഴിയും അതുപോലൊക്കെ അങ്ങ് ദൂരെ കുറേ വീടുകൾ നിൽക്കുന്നതും കാണാം. ആ സ്ഥലമാണ് കൊറങ്ങണി. മുതുവൻ കാണിച്ചു കൊടുത്തതനുസരിച്ചിട്ട് ക്ലാരിഡ്ജും AFF മാർട്ടിനും കൂടി ആ വഴിയെ നേരെ താഴേക്ക് വന്നു. അവർക്ക് പുതിയ വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.